ഉന്നത വിജയത്തിന് ഖത്തർ അമീറിൽ നിന്നും സ്വർണ്ണ മെഡൽ ഏറ്റുവാങ്ങി മലയാളി വിദ്യാർത്ഥികൾ. തിരുവല്ല സ്വദേശി ജോഷ് ജോൺ ജിജിയും കോഴിക്കോട് വടകര സ്വദേശി ഹാനി ജസ്റ്റിൻ ജാഫറുമാണ് അഭിമാനകരമായ വിജയം നേടിയത്. ഇരുവരും മീഡിയ വണ്ണിനൊപ്പം ചേരുകയാണ്. ആ വിശേഷത്തിലേക്ക്. പഠന മികവിന് ഖത്തർ അമീറിൽ നിന്നും സ്വർണ്ണ മെഡൽ വാങ്ങിയ രണ്ട് മിടുക്കൻ മലയാളി കുട്ടികളാണ് നമുക്കൊപ്പമുള്ളത്. ഹാനി, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. താങ്ക് യു. നാട്ടിലെവിടെയാ? നാട്ടിൽ കോഴിക്കോട് വടകര. ഏത് കോഴ്സിനായിരുന്നു ഹാനി പഠിച്ചത്? ഞാൻ കമ്പ്യൂട്ടർ സയൻസ്. തുടക്കം മുതൽ തന്നെ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു? ഇവിടെ തന്നെയായിരുന്നു? 2ാം ക്ലാസ് വരെ നാട്ടിലായിരുന്നു. പിന്നെ ഇവിടെ ബിർള ചേർന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ബിർള തന്നെയാണ് ഫുള്ള് കഴിഞ്ഞത്. ഇങ്ങനെ പ്രതീക്ഷ ഉണ്ടായിരുന്നോ ഇങ്ങനെ അമീറിൽ നിന്ന് ഒരു സ്വർണ്ണ മെഡലൊക്കെ നേടുന്നു? അതാദ്യം കയറുമ്പോൾ തന്നെ ഒരു ഇതുണ്ടായിരുന്നു, ഈ ഇത്ര GPA കിട്ടിയാൽ അമീറിൻ്റെ അടുത്താണ് അവാർഡ്, അങ്ങനെ ആദ്യം അറിയായിരുന്നു. അപ്പം അതിനു വേണ്ടി ട്രൈ ചെയ്തു, കിട്ടി. ഇങ്ങനെ എത്ര ശതമാനം മാർക്ക് വാങ്ങിയാലാണ് ഇങ്ങനെ ഒരു? അത് GPA ആണ്, 4 GPA ആണ് ഫുള്ള്. അതിൽ 3.5 അധികം കിട്ടിയാൽ അമീർ ഡിസ്റ്റിങ്ഷൻ ആണ്. ഡിസ്റ്റിങ്ഷൻ ഉള്ളവർക്ക് അമീർ അവാർഡ് കൊടുക്കുന്നു. ഹാനി ജാഫർ, ഹാഫിദ് ഹൈദർ ഹസൻ അബ്ദുള്ള. എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? എന്താണ് ഫ്യൂച്ചർ പ്ലാന്? കമ്പ്യൂട്ടർ സയൻസ് ആണ്. അപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്കാണ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട്. ഇനി PGക്ക് പോകണമെന്നാണ് പ്ലാന്. അതെവിടെയാ? ഖത്തറിൽ തന്നെയാണോ? എങ്ങനെയാ? പുറത്തെവിടെയെങ്കിലും പോയി ചെയ്തിട്ട് പിന്നെ ഖത്തറിൽ വരാമെന്നാണ് പ്ലാൻ. അതോടൊപ്പം തന്നെ മറ്റൊരാൾ കൂടിയുണ്ട്, ജോഷ്. താങ്ക് യു സോ മച്ച്. ജോഷ് എവിടെയാ? നാട്ടിലെവിടെയാ? ഞാൻ തിരുവല്ലയിൽ നിന്നാണ്. ഹാനിയെ പോലെ തന്നെ ഇവിടെ തന്നെയായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം? അതെ, ഞാൻ 12th വരെ ഇവിടെ MBS ഇന്ത്യൻ സ്കൂളിലാണ് പഠിച്ചത്. പിന്നീടാണ് ഖത്തർ യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ ഒരു എൻവയോൺമെന്റൽ സയൻസ് എന്ന് പറഞ്ഞൊരു കോഴ്സ് അവൈലബിൾ ആണെന്ന് മനസ്സിലാക്കി അപ്ലൈ ചെയ്തത്. സാധാരണ കുട്ടികൾ പെട്ടെന്ന് അങ്ങനെ ചൂസ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് അല്ല. എനിക്ക് ഇങ്ങനെയായിരുന്നു, 12th കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കണം എന്നൊക്കെ ചിന്തിച്ച് അവസാനം പോയി എടുത്തൊരു സബ്ജക്റ്റാണ് എൻവയോൺമെന്റൽ സയൻസ്. അങ്ങനെ ഒരു ഡിഫറെന്റ് സബ്ജക്റ്റ് ഓപ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നോ, അതോ പരിസ്ഥിതിയോട് അത്ര താല്പര്യം ഉണ്ടായതുകൊണ്ട്? ആണ്. എൻ്റെ മമ്മി ഭയങ്കര ഈ പ്ലാന്റ്സും ഇത് എല്ലാം ജീവജാലങ്ങളെല്ലാം മമ്മി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം അത് തന്നെയാണ് എനിക്കൊരു മോട്ടിവേഷനും കൂടെ ഇതിനകത്ത്. ജോഷ് ജോൺ ജിജി, ഖലീഫ അബേദ്. അമീറിൽ നിന്ന് ഒരു മെഡലൊക്കെ പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെ പഠിക്കുമ്പോൾ? തീർച്ചയായിട്ടും. ഇവിടെ ഖത്തർ യൂണിവേഴ്സിറ്റി വന്നപ്പം ഹാനി പറഞ്ഞ പോലെ ഇങ്ങനെ നമുക്കറിയാം ഒരു ചാൻസ് ഉണ്ടെന്നുള്ള രീതിയിൽ Day 1 മുതൽ ഞാനിങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ അന്ന് മുതൽ സ്വപ്നം കാണുന്നുണ്ട് ഇങ്ങനെ ഇവരുടെ കൂടെ. അത് കാരണം ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണല്ലോ. ഹാനി കമ്പ്യൂട്ടർ സയൻസിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് റിസർച്ചിനൊക്കെ സാധ്യതയുള്ള, ശരിക്കും ആഗോളാടിസ്ഥാനത്തിൽ തന്നെ വലിയ സാധ്യതകളുള്ള ഒരു സബ്ജക്റ്റാണ് എൻവയോൺമെൻറ്റൽ സയൻസ്. അപ്പോൾ അത്തരം മേഖലകളിലേക്കാണോ പോകാൻ ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് ഫ്യൂച്ചർ പ്ലാൻ? തീർച്ചയായിട്ടും. ഞാൻ ഇപ്പം റിസർച്ച് അസിസ്റ്റൻ്റായിട്ട് ഖത്തർ യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുകയാണ്. ആക്ച്വലി എൻ്റെ ഗ്രാജുവേഷൻ ഡിസംബറിൽ തീർന്നാണ്. സെറമണി ആയിട്ടാണ് ഇപ്പം അത് കണ്ടക്ട് ചെയ്തത്. അപ്പം കോറൽ റീഫ്സിനെ പറ്റിയിട്ടാണ്. ഇവിടെ എല്ലാവരും പറയും ഡെസേർട്ട് അല്ലേ, ഇവിടെ അത്ര ഇമ്പോർട്ടൻസ് ഉണ്ടോ എൻവയോൺമെൻറ്റൽ സയൻസിന്? പക്ഷെ എല്ലാം ഡെസേർട്ട് ആണെങ്കിലും ഇവിടുത്തെ സീസണാണ്, ഓഷനോഗ്രാഫി, ഇവിടെയൊക്കെ അതിനൊക്കെ ഭയങ്കര സ്കോപ്പാണ്. അപ്പോൾ അതിലാണ് ഞാൻ ചെയ്യുന്നത്. ഈ എൻവയോൺമെൻറ്റൽ സയൻസ് എന്ന് പറഞ്ഞപ്പോഴേ എനിക്കിപ്പോൾ ഒരു കൗതുകം തോന്നിയതാണ്. അപ്പോൾ നാട്ടിൽ മഴയില്ലാതെ ഭയങ്കര പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമീപകാലത്ത് അറബ് മേഖലയിൽ, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ മഴ കൂടുന്നതായിട്ടാണ് പഠനങ്ങൾ പറയുന്നത്. അതിൻ്റെ കാരണം എന്താണെന്നൊക്കെ? ഇപ്പം ദുബൈയിലൊക്കെ ഈ ക്ലൗഡ് സീഡിങ് കാരണം ഇങ്ങനെ ഒരു ലോ പ്രഷർ പോയിന്റ് അവിടെ രൂപപ്പെടുന്നുണ്ട്. അപ്പം അതായിരിക്കാം റീസൺ എന്നാണ് ഇപ്പോഴത്തെ കുറേ സ്റ്റഡീസ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കെല്ലാം ഈ അറേബ്യൻ ഗൾഫിലെല്ലാം ഇത്രയും മഴയ്ക്ക് സാധ്യത. അതോടൊപ്പം തന്നെ ജോഷ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പം നാട്ടിൽ നിന്ന് വ്യത്യസ്തമായി ഈ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിൽ നമുക്കറിയാം പച്ചപ്പും ഇതൊക്കെ ഇവിടെ വളരെ കുറവാണ്. പക്ഷേ ഇവിടെ നമ്മൾ റോഡിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇവർ പരിസ്ഥിതിക്ക് കൊടുക്കുന്ന ഒരു വലിയ കെയർ ഉണ്ട്. ജോഷിന് എങ്ങനെ തോന്നുന്നു നാട്ടിലെയും ഇവിടത്തെയും ഒരു പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച്? ഇവിടെ സത്യം പറഞ്ഞാൽ ഇവർക്ക് ഇല്ലാത്തത് കൊണ്ട് ഇവർ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് കൊണ്ടുവരാനായിട്ടൊക്കെ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം കടലിലാണ് എൻ്റെ കോൺസെൻട്രേഷൻ വരുന്നത്, മെറീൻ സയൻസസിലാണ്. അപ്പോൾ കടലിൽ ഒരുപാടധികം റീസ്റ്റോറേഷൻ പ്രോജക്റ്റ് ഈ കോറൽസിനെ പറ്റിയിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് ഒരുപാടധികം പ്രോജക്റ്റുകളുണ്ട് ഇവിടെ. അപ്പം ഒരുപാട് സ്കോപ്പുണ്ട്. ഇനിയും നമ്മുടെ മലയാളികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, വിദ്യാർത്ഥികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്ന് അപ്ലൈ ചെയ്യാനായിട്ട് അവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്.
എന്തായാലും രണ്ടു മിടുക്കന്മാർക്കും കരിയറിലും ജീവിതത്തിലും കൂടുതൽ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അഷ്റഫ് ഓമശ്ശേരിക്കൊപ്പം ഫൈസൽ ഹംസ, മീഡിയ 1.